എടാ ഞാനൊരു കാര്യം പറയട്ടാ ഈ പേട്ട് ചേർക്കാൻ എങ്ങനെ വിട്ടാ പോരാ? അവൻ കാണിക്കുന്ന കഴപ്പ് കണ്ട എന്തിനൊക്കെയെന്ന്. അല്ല ഇവൻ ഇങ്ങനെ വിട്ടാ പറ്റൂലേ? ഇവൻ ഇവനൊക്കെ ആരോടെ ഉണ്ടാക്കി അവനെയൊക്കെ. കണ്ട ഇവനെ എൻ്റെ ഒരു അഭിപ്രായത്തില് അലീന ഇവനെ ഏതായാലും നല്ലൊരു സ്കൂളിൽ കൊണ്ടാക്കണം. പക്ഷേ നല്ലൊരു ഡോക്ടറിനെ കാണിക്കണ്ടേ? നമുക്കെന്താ അവനെ കൊണ്ടൊന്ന് ഡോക്ടറെ കാണിച്ചു, നമുക്കൊന്ന് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു നോക്കിയാലാ? അല്ല ഒന്ന് കാണിച്ചു നോക്കിയാലോ? എടാ മോനെ വന്നേ. എടാ GMA ഒരു 4-5 പേർക്ക് പോണ വണ്ടി ഉണ്ടോ ഏതേലും? ഒരു 5 പേർക്ക്. അല്ല ഇത് ആണാ? ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി എടുത്തോട്ടെ വണ്ടി. ഞാൻ ഓടിക്കാം. ചോദിച്ചില്ലേ? കാശൊക്കെ ഉണ്ടായിരുന്നു എന്റെ. പിന്നല്ല ചിമ്പു ഇതിനൊന്നും കൂട്ടിക്കല്ലേ ചിമ്പു. ആണാ? ഒരു കാര്യം ചെയ്. ചിമ്പു ദേ ഈ ചെറുക്കനെ കൊണ്ട് ഞങ്ങളുടെ വണ്ടി ഒന്ന് ഫോളോ ചെയ്ത് പറഞ്ഞേ. കഴപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ. എടാ ബാല ഞാൻ ഹോസ്പിറ്റലായിരുന്നു പോയിട്ടാടാ. പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോക്ക്. എടാ ഈ ചെറുക്കനെ ഒന്ന് കാണിക്കണോടാ. ഇവന് ചെറിയ ബാല ഇങ്ങോട്ടാ. എടാ അവന് ചെറിയ അവനെന്തോ ചെറിയ മാനസിക വൈകല്യം എന്തുണ്ട്. അപ്പൊ അന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്ന ആള് ഓക്കെയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന്. എടാ അപ്പൊ ഞാൻ ചെറുക്കനെ സ്കൂളിലാക്കണോടാ. അപ്പൊ സ്കൂളിലാക്കണതിന് മുന്നേ ഞാൻ അലീനടുത്ത് സജഷൻ വെച്ചപ്പോഴത്തേക്ക് അലീനാണ് പറഞ്ഞത് അതിന് മുന്നേ അവന് ഡോക്ടറിനെ കാണിക്കണമെന്ന്. എന്തായാലും ആദ്യം ഡോക്ടറിനെ കാണിച്ചിട്ട് സ്കൂളിലാക്കാന്ന് വിചാരിച്ച്. കൂടെ ഇരുന്ന പിള്ളേരൊക്കെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ നമ്മള് സമാനം പറയണടാ പാല. അത് ശരിയാ അത് ശരിയാ. ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ നിങ്ങളെന്താ പരിപാടി? നമ്മള് ചെറിയൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. എന്താ പരിപാടി? അല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇവനെ മൈൻഡ് ചെയ്തിരുന്ന പ്രശ്നം. ഇവൻ എന്തൊക്കെയാ പ്രശ്നം? നിനക്ക് എന്തൊക്കെയാ പ്രശ്നം മോനെ? കേറ് വണ്ടി കേറ്. വണ്ടി കേറ്. സൗത്തേ ഇമ്മാതിരി വർത്താനം ഇനി പറയല്ലേ? കാര്യമായിട്ട് പറയാണ്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടല്ല. അവസരം ചെട്ടി എടുക്കില്ലേ? എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ സംസാരിക്കണേ. കേറ്. അവന്റെ സെഡ് അടി എന്തിനു പറഞ്ഞാലും അവന്റെ സെഡ്. ഡിഫൻഡർ വേണ്ട. കുന്തത്തിനാണ്. 2 ചിമ്പൻസികൾ ഒരു വണ്ടിയിലല്ലേ? വാ ഒന്നുമില്ല. എന്നിട്ട് സംസാരിക്കില്ലേ നീ? സംസാരിക്കില്ല. എന്ത് കൂനി അടക്കണം? നിനക്ക് എന്തോന്ന്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? അതാണ് കൂപ്പിട്ടെ. അതെ എനിക്ക് ഒരു വായ തന്നിട്ടുള്ളൂ. ഒരുത്തൻ വന്നിട്ട് അപ്പുറത്ത് നിന്ന് പറയും എനിക്ക് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. ഒരുത്തൻ ഒരു വിഷമം പറയും, അതിൻ്റെ ഇടയ്ക്ക് കൂടി വന്ന് വേറൊരു വിഷമം പറയും. എല്ലാവരുടെ വിഷമം തീർക്കാൻ വേണ്ടി ദൈവം എനിക്ക് ഒരു വായല്ലേ തന്നിട്ടുള്ളൂ. ഒരു വാ. നിനക്കൊരു വായല്ലേ ഇருக்கு? ഇങ്ങ വാ. ചത്താവേ
എന്തൊരു ഇപ്പൊ ഇവനെ കാണിക്കാനാണോ വന്നത്? ഇതാള് യ്യോ! അല്ലല്ല ഇവിടെ ഡോക്ടർ ഒന്നും ഇല്ല ഇവിടെ. ശംഭു, സ്റ്റാഫ് ഉള്ളി അറിയണല്ലോ ഒന്ന്. അണ്ണാ. ഞാനിവിടെ EMS എല്ലാം ഉണ്ടോ നോക്കിട്ട് പറഞ്ഞേ. ആ ഡോക്ടറെ ഓ ഡോക്ടറെ ഞാനൊരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ് ഡോക്ടറെ എൻ്റെ മോനെ. മോനോ? മോന്റെ പേരെന്താ? മോൻ്റെ പേര് സൂര്യ. ഡോക്ടറെ ഭയങ്കര പ്രശ്നം. ഞാൻ ആളുടെ ആദ്യം വൈകുന്നേരം ഞാൻ ഡോക്ടറിന്റെ ക്യാബിനറ്റിൽ സംസാരിക്കാതിരിക്കും നല്ലത്. ഡോക്ടറെ എനിക്കും അലീനയ്ക്കും സംസാരിക്കണം ഡോക്ടറിന്റെ അടുത്ത് ഒന്ന്. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാവേ. സൂര്യ ഇവിടെ സൂര്യ സൗത്ത് ജസ്റ്റ് എല്ലാരും ഇവിടെ വെയിറ്റ്. ഞങ്ങളിപ്പോ വരാം. ദേ ഇവിടെ ഇരുന്ന് കളിച്ചോ? ദേ കണ്ടോ? ഇവിടെ ഇരുന്ന് കളിച്ചോ? കളി കളി അടിച്ച്. ഇരുന്നോളൂ. ഇരിക്കാനും പറ്റുന്നില്ല. ഇത് ഇതാരാ? ഇതൊക്കെ ജസ്യാത്തൊന്ന് എങ്ങനെ വന്നേ? ഡോക്ടറെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു മോനെ ദത്തെടുത്തു. അതാണോ മോൻ? അതാ ചെറുത്. അല്ല ഇത് മൂന്നും മക്കളെ പോലെ തന്നെയാണ്. അതില് അല്ല ദത്തെടുത്തത് ആ ബാഗ് തൂക്കിയിട്ടേക്കില്ലേ പയ്യൻ. സൂര്യ അങ്ങ് പോ, ബാക്കി പോ. അപ്പോ ഡോക്ടറെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്ന് സ്കൂളിലാക്കണം ഞങ്ങൾക്ക്. അപ്പൊ അതിന് മുന്നേ ഇവനെ ഒന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. കാരണം പയ്യന് ഭയങ്കര മാനസിക വൈകല്യം അങ്ങനെ എന്തോ ഉണ്ട്. ഇങ്ങനെ വെറുതെ ഇപ്പം ഡോക്ടറിനെ ചിന്തിച്ച് നോക്കി. ഇവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇവൻ മറ്റേ കത്രിക എടുത്ത് അടുത്തിരിക്കണ കൊച്ചിന്റെ മണ്ടക്കയറ്റി മറ്റേ പള്ളക്കയറ്റുള്ള കാര്യമുണ്ട്. അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ കുറുമ്പുള്ള പയ്യനാണ് അവൻ. ഇവന് ഇങ്ങനെ ലൈക്ക് വിശന്ന് കഴിഞ്ഞാൽ അടുത്തിരിക്കണവൻ്റെ പാത്രം എടുക്കുക, ആ പാത്രത്തിന് ചോറ് തിന്നുക, ഇങ്ങനെ വെറുതെ ഇരുന്ന ആൾക്കാരെയൊക്കെ അടിച്ചു കൊല്ലുക. ഇങ്ങനത്തെ ഒരു പ്രത്യേകതര ഒരു മനുഷ്യനാണ് ആള്. നിങ്ങൾ പുള്ളി എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ അത് സാധിച്ചു കൊടുക്കും? ഓ അവൻ എന്ത് ആവശ്യം പറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് ഡോക്ടറെ. എന്ന് പറഞ്ഞാൽ പറ്റാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തോന്ന് അവനെ കൊണ്ടുവരുന്ന ട്രിപ്പിന് പോകുന്ന അല്ലേ അല്ലീന? നമ്മൾ ആളെ കൊണ്ട് ട്രിപ്പിനൊക്കെ ഇവനുണ്ടല്ലോ. ഞങ്ങൾ ഇടയ്ക്ക് ഇവനെ കൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു ഡോക്ടറെ. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയായിരുന്നു എല്ലാവരും കൂടി. ആക്ച്വലി ഞങ്ങളെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതെന്റെ ഗേൾഫ്രണ്ടാണ് അലീന. എത്ര കുട്ടികളുണ്ട്? അല്ല കുട്ടികളില്ല, ഞങ്ങള് ഡോക്ടറെ ഇത് സംഭവം ആള് ദത്തെടുത്താണ് ഞങ്ങള്. വെറുതെ ആ കാര്യമില്ല. അപ്പൊ ഞങ്ങള് ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ച് ദത്തെടുത്താണ്. അപ്പൊ ഡോക്ടറെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇടയ്ക്കൊരു ട്രിപ്പ് പോയായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്താണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. അവിടെ ഞങ്ങള് കുറെ കാണാൻ പാടില്ലാത്ത എന്തൊക്കെ അവൻ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഇവന് ഈ വലിയ മാറ്റങ്ങൾ. ഇവൻ മറ്റേ വലിയ ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ. ബാധയെല്ലാം എനിക്കറിയാം. അത് ഡോക്ടർ തന്നെ നോക്കണം. അപ്പൊ ഇതൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങള്. അലീന വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഷൗട്ട് ഇടും അലീന. അലീന ഹലോ കേക്കാവോ സാർ? ഇങ്ങനെ വെറുതെ ആൾക്കാരെയൊക്കെ പോയി അടിക്കുക, ചുമ്മാ വഴക്കുണ്ടാക്കുക, എന്തു പറഞ്ഞാലും മറ്റേ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം, വലിയ അത് തന്നെ അതെ. അല്ല ഇങ്ങനെ അല്ല, പ്രായത്തിലുള്ള ഒരു ഇതല്ല ആക്ക്. സംസാരം അല്ല. ഇതിന്റെ ഒറിജിനൽ പാരന്റ്സ് ആരാണോ എനിക്കറിഞ്ഞൂടാ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കന് ഒരു ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ട്. അതാണ് ഡോക്ടർ ഞെട്ടിയില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കി. ഡോക്ടർ ഇത് കണ്ട ഇതൊക്കെയാണ് പ്രശ്നങ്ങള്. അവസ്മാരല്ല അത് മറ്റേ അവസ്മാരം. അത് വേറെ എന്തോ ആണ്. അതിനല്ല ഡോക്ടർ അസുഖം. കുഴപ്പമുള്ള മറ്റേ വൈറ്റുള്ള പയ്യനാണ്. അത് പുള്ളി നോർമൽ ആയിട്ടല്ലേ നിൽക്കുന്നത്. അതിനെ കാണുമ്പോഴാണ് എനിക്ക് കണ്ട ഡോക്ടറെ കണ്ട ഇതാണ് ഡോക്ടർ നോർമൽ എന്ന് പറഞ്ഞ. ഇപ്പൊ ചവിട്ടിയണ്ട അത് പുള്ളി ഡോക്ടർ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഹൈപ്പർ എന്തായാലും ഡോക്ടർ എന്തായാലും പയ്യന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഡോക്ടർ സംസാരിക്കാം. എന്തായാലും ഡോക്ടർ ഒന്ന് വിളി. ഞങ്ങൾ ഇവിടെ നിൽക്കാം. മോനെ ഒന്ന് ഇങ്ങോട്ട് വരൂ.
സൗത്ത് ഇവിടെ ഇരി, ആ ഇവിടെ ഇരി, ആ അകത്തോട്ട് വരൂ. ഇവിടെ ഇരുന്നാണ് സൗത്ത്. ഓ, ഉங்க பேர் റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഇത് എഴുതി? என் பேரா என் பேரு சூரிய பாஸ் எங்க அப்பா பேர் சந்திரபாஸ் அம்மா பேர் அனினா ആ, ഇനി അവന്റെ ഇല്ലാത്ത ഒന്നയുടെ പേരോട് പറയും ഇപ്പൊ. உங்க என்ன பிரச்சனை உங்க பேர் என்ன என் பேரு സൈലൻസ്. உங்க அப்பா பேரு அப்பா இல்ல தானே எனக்கு தெரியும் சொல்லுங்க உங்களுக்கு என்ன பிரச்சனை ஓ, அது என்ன பின்னாடி உனக்கு என்ன பிரச்சனை இருக்கு? அது என்ன பின்னாடி பூ അതിന്റെ പിന്നാടിയോ? പിന്നാടി പോയി. இல்ல உங்களுக்கு பின்னாடி ஏதோ படத்துல போட்டோல பூ வச்சிருக்கீங்களே அது உங்க ரெண்டு சரி சொல்லுங்க என்ன டாக்டர் என்ன தனியா கூப்பிட்டு பேசுறீங்க என்ன பிரச்சனை സൂര്യബോസേ, ஆ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം കേട്ടോ. അനുസരിക്കണം, അവരുടെ അടുത്ത് റെസ്പെക്ട് കൊടുക്കണം കേട്ടോ. റെസ്പെക്ട് കാണിച്ച് എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യണെന്ന്? அம்மா அம்மான்னு கூப்பிடுறேன் அப்பாவை அப்பான்னு கூப்பிடுறேன் இதுக்கு மேல என்ன ரெஸ்பெக்ட் வேணுமா അപ്പായ அப்பா തട്ടോ? சார் அம்மா சார் அப்படின்னு கூப்பிடணுமா அப்படிയല്ല, ஆ അമ്മ എന്ന് കൂപ്പിடு. அம்மா தாயே அப்படி கூப்பிடணுமா அப்படி பிச்சு போறானே அவனை வந்து காசு போட்டுருவான் டாக்டரே அம்மாவை நான் அழகா அலினாமான்னு கூப்பிடுறேன் അപ്പ എങ്ങനെ കൂപ്പിട്? അപ്പ அப்பா சந்திர அப்பான்னு அப்பா மட்டும் தான் கூப்பிடுவேன் அப்பா பேரு கூட சொல்ல மாட்டேன் அது யாரு? கேட்டதான் சொல்லுவேன் அந்த பையன் யாரு? அவன் புறம்போக்கு நாய் புறம்போக்கா? அவருக்கு நாய் அப்படி சொல்லு, அப்படி சொல்லு. കൊല്ലും பையன் உங்களோட பிரதர். அவன் நாய் என்ன சும்மா சுடுறான் கண்ணு எடுத்து புறம்போக்கு நின்ற அச்சன். வயிற்று சோத்துன்றானா எனக்குன்றானே தெரியல என்ன நோண்டிட்டே இருக்கேன் எப்ப பாரு ഇപ്പൊ ഞാന് டாக்டர் உங்களுக்கு Medicine ஏதாவது தரேன். அண்ணன் தம்பி ஏதாவது இருக்காங்களா ഞാൻ ഒരു ആളെ കൂടെ നാത്തോട്ട് കേട്ടാവോ சிம்பு അങ്ങനെ என்னோட ஃப்ரெண்ட் அவன் தான் இருக்கல்ல பெஸ்ட் ചിമ്പു നിങ്ങളുടെ ബ്രദർ അല്ല? ചിമ്പ ഇങ്ങോട്ട് അനി സാർ സംസാരിച്ചോ കണ്ടിന്യൂ ചിമ്പു ഉണ്ടായിരുന്ന കണ്ടില്ല. ആ, சொல்லுங்க അത് டாக்டர் உனக்கு எத்தனை பிரதர் இருக்கு? எனக்கு பிரதர் வந்து அந்த லூஸ் மென்டல் ஒண்ணு தான் இருக்கு இப்போ அதான் சொன்னாங்க அவனுக்கு எனக்கு செட் ஆகாது தண்டா அவன் தான் சவுத்து சோத்துன்னு അച്ഛൻ മെന്റൽ ஆமா ചന്ദ്രനെ പറയണേ. அந்த குரங்க, ഇവിടെ அந்த ഇറങ്ങട്ടെ. குரங்கு குரங்கு என்னோட பெஸ்ட் ஃப்ரெண்ட் அவன் குரங்கு பையன் அவன் நல்ல பையன் அவன் ரொம்ப நல்லவன் உனக்கு கேர்ள் ஃப்ரெண்ட் இருக்கா? எனக்கு சொல்லு. அது வேணாம் அது அது வேணும். என்ன வேணும்? இல்ல அவ இப்ப எங்க இருக்கான்னு தெரியல அவளை மிஸ் பண்றேன் என் கேர்ள் ஃப்ரெண்ட் பேரு வாவா குட்டி வாவா குட்டி. ஆமா அவ தேய்ச்சா? என்ன? கேட்கல மாட்டேன் பேசுவேன் എനിക്കില്ല ഗേൾഫ്രണ്ട് അച്ഛനൊക്കെ 2 ഗേൾഫ്രണ്ട് ജെസിക്ക് ബോയ്ഫ്രണ്ട് ഇങ്ങ ഇரு ഞാൻ ഇപ്പൊ വരാം. എന്റെ ആവശ്യത്തിനല്ല വന്നേ ഓന്റെ ഡോക്ടറെ ഡോക്ടർ എന്ത് തോന്നുന്നു സംസാരിച്ചപ്പോ? ആ, ചെറിയൊരു കുഴപ്പമുണ്ട് ഡോക്ടർ ഇതിന് എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വലിയ കുഴപ്പമുണ്ട്. എന്തെങ്കിലും കൗൺസിലിങ്ങിന് അവിടെ ആൾക്കാരിലുണ്ടോ ഡോക്ടർ? വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് മറ്റേ കൗൺസിലിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും? ഉണ്ട് ഉണ്ട് ഉണ്ട്, വിളിക്കാം. ആ ഓക്കെ, എന്നാ വഴി പോരാ നമുക്ക്. എന്നാ ഞങ്ങളൊരു ഇന്നത്തെ സെഷൻ എടുത്തിട്ട് അങ്ങ് പോവായിരുന്നു കൗൺസിലിങ്ങിന്റെ. ആ ഓക്കെ. സൗത്തിനും കൂടെ സൗത്തിന് என்னடா வேணும் உனக்கு என்னடா ഫ്രീ ആണോ? ഇവിടെ അടി ഉണ്ടാക്കല്ലേട്ടല്ല. കൗൺസിലിംഗ് എടുക്കാനാ? என்னடா உனக்கு வேணும் മാമിക്ക് വേണം ഒരു സൂര്യ ബോസ്. മാമിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട് അവിടെ പോയി
നിനക്ക് ഷോക്കല്ല, നിനക്ക് അതിൽ കൂടി സാധനം വേണ്ട. അവിടെ മര്യാദയ്ക്ക് വരി. എർത്തടിപ്പിക്കണം. എന്തൊരു ചെറുക്കനടാ നീയൊക്കെ. ഇത് കുറച്ച് ബെഞ്ചിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നു. ഇത് ആര്? മാമൻ ഡോക്ടറായി, മാമൻ ഡോക്ടറായി. അല്ല സോറി ഡോക്ടർ. നിങ്ങൾക്കാണോ പ്രശ്നം, കുട്ടിക്കാണോ പ്രശ്നം? അല്ല അല്ല കൂടി സോറി ഡോക്ടർ. ഇപ്പൊ എനിക്ക് പ്രശ്നമാവുമല്ലോ. പ്രശ്നമുള്ള ഡോക്ടറെ തോന്നുന്നു. ഇതാരാ കണ്ണാടി വെച്ച് സാറേ നാട്ടിലൊക്കെ പോയിരുന്നാ മതി. നാട്ടിലൊക്കെ കയറി വരുന്നത് എന്തിനാ? ഞാൻ നാട്ടില് ബിസിനസ് നടത്തുന്ന പഴക്കച്ചോടോ? സാറേ ഞങ്ങളുടെ സാറേ നമ്മുടെയൊക്കെ പൂർവികരാ. പക്ഷെ ഇതിന് മാത്രം ഒന്നും പറ്റിയില്ല. അതെന്താന്ന് അറിയാം സാറേ അത് നമ്മളെ ആ ഒരു മറ്റേ വംശാംശം സംഭവിച്ചില്ല ആ സമയത്ത് പോയായിരിക്കും. പിടിച്ചിരുന്ന ആളാണേ. ഭയങ്കര എളിമയുടെ നിറം കൊണ്ടാണ് ആള് തറയിരിക്കത്തുള്ളൂ. ട്രിപ്പ് വരും. ഡൗൺ ടു എർത്ത് ആണ്. അതെ സാറേ ഇത് ഇപ്പൊ ഡോക്ടർ വരും. ഓക്കെ ഡോക്ടർ. സൗത്ത് അല്ലല്ലോ. എടേ ആ ബാൻഡേജ് ഉണ്ട്. സൂര്യ ഇങ്ങ വാ. സൂര്യ ഞാൻ ഉന്ന നേരായ വഴിക്ക് നടത്തിറക്കുതാ ഇങ്ങ കൂട്ടിട്ട് വന്നേ. யாரு? இந்த அப்ப ஏன்பா என்னை பார்த்து பைத்தியற மாதிரி இருக்கு? டாக்டர்ல கூப்பிட்டு பேசுறேன். പൈത്യം ഇതെന്തേലും ഞാൻ ഡോക്ടർ ഇതെന്തേലും പൈത്യം നീ എന്തേലും പറഞ്ഞ ഡോക്ടർ? അല്ലല്ല ഇത് പൈത്യം അല്ലടാ നിനക്ക്. കൂടെ നടന്ന കുട്ടിയൊക്കെ வச்சிருக்கான்ப்பா உன்னை லைட்டா பார்த்தா அடிச்சாடி பைத்தியம் மாதிரி தான்ப்பா இருக்கு. ബാക്കിയുള്ളവരോടുള്ള ഒരു உன்னை போய் டாக்டர் എല്ലാരോടും ദേഷ്യം വെയിറ്റ് പക്ഷേ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാ இந்த എനിക്ക് டாக்டர் ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അത് ചിമ്പു ആണ്. ഇപ്പൊ ചിമ്പു പ്രശ്നമല്ല സാറ്, ചിമ്പു ഓക്കെയാണ്. ചിമ്പുന് പ്രശ്നം. പക്ഷെ ഞാൻ പ്രശ്നം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാ അതോ നിക്കുന്ന ആളെ ആളുടെ പേര് പറഞ്ഞപ്പോഴാണ് തണ്ട അടിയുണ്ടാക്കല സ്ഥലമല്ലേ ഇത്? സൗത്ത് ഇതേ സ്കൂളിൽ പോണതിന് മുന്നേ ഇവിടെ ഡോക്ടറിനെ കണ്ടിട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് സൗത്തെ. സൗത്ത് അല്ല സൂര്യ. മനസ്സിലായ? സ്കൂളിൽ പോവർക്ക് പോളിയൊക്കെ എടുത്തോ വാക്സിൻ? അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. நீ என்ன சொன்னாலும் செய்யறேன்ப்பா. ഡോക്ടറോട് വാക്സിൻ എടുക്ക എന്നാ ഡോക്ടർ അവനൊരു വാക്സിൻ കൊടുക്കാവോ? അവന്റെ മൂലത്തിൽ നീ ഡോക്ടർ ഇവനൊരു உள்ள மட்டும் சேர்த்துருங்க போதும். ആക്ക നീ വാ. അതിനെന്നെ വന്നത്. ഡോക്ടർ ഒരു വാക്സിൻ ഇവനൊന്ന് എടുക്കാവോ? എടാ സൂര്യ നിനക്ക് വാക്സിൻ എടുക്കാൻ പോണു വാ. அப்பா வேணாப்பா. അല്ല വേണം ஊசி வேணாப்பா. വേണം ഊസി വേണം. സൂപ്പർ ഡോക്ടർ സൂപ്പർ. ചന്തിക്ക് നല്ലോണം എടുക്കും കേട്ടോ, കരഞ്ഞോണേ. ഡോക്ടറെ ചന്തിക്ക് എടുത്തത് ചെറുക്കൻ വാരിക്കൊണ്ട് പോണു. നമുക്ക് இது டாக்டர் வேணாப்பா. ഡോക്ടർ ഇവിടെ എവിടെയെങ്കിലും കർണടക്കുന്ന മെഷീൻ എല്ലാം ഉണ്ടോ ഇവിടെ? ഉണ്ട് ഡോക്ടർ കുത്തണോ അച്ഛൻ കുത്തണോ? അല്ല അതെന്നെ എന്റെ മോനാണ് മകൻ. അവര് പറക്കൊണ്ട് அப்பா இந்த டாக்டர் வேணாப்பா. சரியில்ல போய் എടാ മന്തിയൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന ഇതാരാ താനാരാ? താനാരാ? ഹലോ ഫാമിലി മാർട്ടിലാണോ വരുന്നത്? മച്ചാനെ ഇത് എങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റത്തില്ല ഇവിടെ? ഫാമിലി മെമ്പേഴ്സ് ഉള്ളതാണ്. ഉനക്ക് എങ്ക ചന്തിയില് അതെ ഇവിടെ വേണ്ടപ്പെട്ട നാത്തിക്ക. லேடிஸ்ல உள்ள போ சொல்லுங்க மாடா. അല്ലല്ല ലേഡീസ് அம்மா ഇപ്പൊ തീരും. ഉറുമ്പ് അടിക്കണ വേദനയുള്ളടാ. കട്ടുറുമ്പ് കടിക്കണ ഒരു ചെറിയ വേദന. ഉടുമ്പല്ല, കട്ടുറുമ്പ്. അത് കാട്ടിലെ ഉടുമ്പെന്നൊക്കെ തോന്നും. കാട്ടിൽ ജീവിക്കുന്ന ആളത്ത് அம்மா வேணாம்மா. எனக்கு எதுக்குமா குளுக்கோஸ்ல ஏத்துறீங்க? കഴിഞ്ഞാ இந்த ഡോക്ടർ മാമ അതെ ചിമ്പുന് ഇവിടെ GM ആയിട്ട് നല്ല കമ്പനിയാണ് കേട്ടാ. அம்மா சாக்லேட் வேணும், நானே வாங்கிக்கிறேம்மா. எனக்கு விட்டுருங்கம்மா. അതിന് കാശുള്ളതിന്റെ അഹങ്കാരമല്ലേ? മരിയ കിടക്കടാ. அம்மா சிம்பு பார்த்தா பயமா இருக்குமா. முன்னாடி வந்து நிக்க ചുമ്മാ ഇല്ലടാ അങ്ങോട്ട്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ സംസാരിച്ചു ഇവിടെ അറിഞ്ഞൂടെ?
ഇഞ്ചക്ഷൻ എടുക്കുമ്പോ സംസാരിച്ച സൂചി വായില് വരും. ഉണ്ടാകടാ. നീ കരയും. പിടിച്ച് അയ്യോ വലിയത് കണ്ടിട്ട് കുത്തുறாரு. കണ്ണിലല്ല കുത്തത്, കയ്യിലാ കുത്തുന്നത്. കണ്ണിലല്ല, കൈ തന്നെ തിരിച്ചു കിടത്തിട്ട് അയ്യോ ഓരോന്നും അയ്യോ ആ അടുത്ത് സൂചി കുത്തിയത്. ഇത് കുറെ ഇരിക്കുന്ന ചിമ്പുണ്ട്. ഇത് സോ ഇല്ലല്ലോ. இங்க என்ன ஸ்லோவா காட்டுறாங்க வெள்ள போ சிம்பு. ரெண்டு பேரும். ചുമ്മാടാ அம்மா லேடிஸ் தானப்பா. ഡോക്ടറുടെ ഈ കയ്യബത്തക്കാരൻ സംഭവിച്ചു വെക്കാലോ കൈയോടെ. സിമ്പിൾ സിമ്പിൾ. സൗത്തേ കൊച്ചിനെ കയറി കിടക്കല്ലേ. நீ மென்டல் பைத்தியம். வெயிட் போடுறியாடா? உங்க அப்பா தான். സത്യ രണ്ടോട്ടെ. സൗത്തെ ചുമ്മാടാ സംസാരിക്കില്ല. അവരുടെ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ആശുപത്രിയോട് ഇങ്ങനെ സംസാരിച്ചു അറിഞ്ഞൂടെ? அங்குல என் பேக்ல வாத்து கத்துது. അതെന്നാ അവന്റെ ബാഗിൽ ഒരു ഡക്ക് ഇരിപ്പുണ്ട്, അതിന്റെ സൗണ്ടാ. എന്തൊരു ബ്രോക്കറാണ്. அங்குல் சீக்கிரம் ட்ரீட்மெண்ட் பாருங்க அங்குல். அப்பாடி ഒന്നുമില്ല. ஊசி போட்டுறேன்னா அதுக்குள்ள ഇപ്പൊ സെറ്റ് ആയിട്ടാ. ഒന്നും കൂടെ കുത്തു. എവിടെ കുത്തിയ സൂര്യ? പ്രദേശത്തില്ല. பின்னாடி ഡോക്ടർ ഈ പയ്യനെ കൂടെ ഒന്ന് കൊടുക്ക വാക്സിൻ എന്ന്. ഇവൻ മറ്റേ പേപ്പട്ടി വിശ്വാസ ഒക്കെയുള്ള മരുന്ന്. അതെ വന്നോളൂ. എടാ സൗത്തെ വിളിക്കണ്ടാ. സൗത്തെ ഓടലടാ വിളിക്കുന്നു. നിന്നെ ഡോക്ടർ വിളിക്കുന്നത്. അതിനെ പിടിച്ച് കെട്ടിക്കൊടുക്ക. അതിനെന്തോ പ്രശ്നമുണ്ട്, ഷോക്ക് അടിക്കുന്നത്. എടാ ഒന്ന് നിന്നെ എവിടാ ഓക്കേ ഇതിനകത്ത് ബാബാ. സൗത്തെ നിന്നെ. ചിപ്പ് കയറുമല്ലോ ഉണ്ടോ? കൊണ്ടുവാ. അല്ലാ ഓടിവൻ. ലീവ് എടുത്ത് പോയാ. ഡോക്ടർ എന്റെ കൗൺസിലിംഗ് ഡോക്ടർ എന്തായിരുന്നു? ഡോക്ടർ ലീവ് എടുത്ത് പോയി. ലീവ് എടുത്താ? ഡോക്ടറെ നമുക്ക് എന്ന് വന്നാ ഒരു കൗൺസിലിംഗ് നടത്താൻ പറ്റും? നാളെ ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യാവോ അതിന് വേണ്ടിട്ട്? ഹലോ, എന്തായാലും ഷോക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ആണല്ലേ? ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഞങ്ങൾ നാളെ വരട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ നാളെ വരാം എന്തായാലും. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. നന്നാവൂരടേ. ഒന്ന് ഏറ്. அம்மா எங்க? ബാ. സൗത്തിനെ കേരടിക്കോ? ഏയ് ജെസി, ചിമ്പുവിന്റെ കൂടെ വാ. മുതുക്ക് വാ. வரும்போது ராஜமரியாதையோட கூட்டு வந்து ചിമ്പു പോയട്ടാ. എടാ നാളെ സൂര്യ, നാളെ നീ ഇവിടെ വരണം കേട്ടാ. നാളെ ഒരു പരിപാടി ഉണ്ട്. എന്ത്? அப்பா நாளைக்கு வந்து சிவராத்திரில. ശിവരാത്രിയാ? ஆமா. அதுக்கு உனக்கு என்ன? அப்பா நான் வந்து ശിവരാത്രി നിനക്കെന്തിന്? நான் வாமா கூட தனியா போட்டு தூங்க போறேன்பா. தூங்காம இருக்க போறேன்பா. തൂങ്ങാമ ഇരിക്ക പോറിയാ? ആരെ കൂടെ? വാവാവും നാനും. ഇപ്പോഴാണല്ലോടാ പറയണേ. വാവേ നീ തൂങ്ങാതിരിക്കണ ശിവരാത്രിക്ക്? இல்லப்பா சிவன் பாட்டு பாடுவோம். അത് ശരിയല്ലല്ലോ. പാടി എനിക്ക് പണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ஓம் நம சிவாய ஓம் நம சிவாயன் പാട്ടുണ്ട് ഇപ്പോ. അതെന്തിനാ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പാടണേ? അവരവരെ വീട്ടിൽ ഇരുന്ന് പാടിയാ പോരെ? இல்லம்மா கூட்டு பிரார்த்தனை தான் நல்லது. சேர்ந்து பாடினா நிறைய பவர் கிடைக்கும். ആരോ ഒരുമിച്ചിരുന്ന് പാടിയോണ്ടാണ് നീ ഇപ്പൊ ഇവിടെ സംസാരിക്കണേ. இல்லப்பா நாளைக்கு வந்து എടാ, നീ ഉള്ള പവറിൽ നീ പാടിയാ മതി. നീ പവർ കൂട്ടണ്ട.
പവർ അധികമാവുമ്പോ എന്തായാലും അപ്പോയിന്റ്മെന്റ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇവനെ കൊണ്ട് നിനക്ക് ആദ്യം ഇത് ഇവിടെ ഒരു ഡോക്ടർ ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പ് കഴിഞ്ഞാൽ നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റും. ശരിപ്പാ. ആ